ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 4.1-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. ദ ടേബിൾ ഷോസ് ദ കളേഴ്സ് പ്രിഫർഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു താഴെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ആ ടേബിളിൽ കളേഴ്സും അത് പ്രിഫർ ചെയ്ത നമ്പർ ഓഫ് പീപ്പിൾസ് എഴുതിയിട്ടുണ്ട്. പീപ്പിളിൻ്റെ എണ്ണം എഴുതിയിട്ടുണ്ട്. ബ്ലൂ കളർ പ്രിഫർ ചെയ്ത നമ്പർ ഓഫ് പീപ്പിൾ എത്രയാണ്? 18. ഗ്രീൻ കളർ 9. റെഡ് കളർ 6. യെല്ലോ 3. ഇനി ടോട്ടലോ? ഇതെല്ലാം കൂടി ടോട്ടൽ 36. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 36. റൈറ്റ് സൈഡിൽ ഒരു ഹിന്റ് വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് സെക്ടർ. ഫോർ എക്സാമ്പിൾ, ബ്ലൂ ഈസ് 18/36 equal to 1/2. Green is 9/36 equal to 1/4 and so on. അപ്പോൾ ഫൈൻഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. ഇതുപോലെ അല്ലേ, ഇതുപോലെ പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുണ്ട്. നെക്സ്റ്റ്, യൂസ് ദിസ് ടു ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ്. അതിനുശേഷം നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസും കണ്ടുപിടിക്കണം. ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായി നമുക്കൊരു ടേബിൾ വരയ്ക്കാം. ഫസ്റ്റ് കോളം കളേഴ്സ്, സെക്കൻഡ് കോളം നമ്പർ ഓഫ് പീപ്പിൾ, തേർഡ് ഫ്രാക്ഷൻ, ലാസ്റ്റ് സെൻട്രൽ ആംഗിൾ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ കളേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഇതിലോട്ട് എടുത്ത് എഴുതാം. കളേഴ്സിൽ ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ. അതിൻ്റെ നമ്പർ ഓഫ് പീപ്പിൾ 18. ബ്ലൂ കളറിൽ 18, ഗ്രീൻ 9, റെഡിൻ്റെ 6, യെല്ലോ 3. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എത്രയാണ്? 36. നെക്സ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് പീപ്പിൾ പ്രിഫേർഡ് ദ കളർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ബ്ലൂ കളർ. ബ്ലൂ കളറിൻ്റെ എത്രയാണ് നമ്പർ ഓഫ് പീപ്പിൾ? നമ്പർ ഓഫ് പീപ്പിൾ പ്രിഫേർഡ് ദ ബ്ലൂ കളർ 18. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എത്രയാണ്? 36 ഡിവൈഡഡ് ബൈ 36. ഇനി എന്ത് ചെയ്യണം? 18ഉം 36ഉം നമുക്ക് ചെറുതാക്കാൻ പറ്റും, ഷോർട്ടാക്കി എഴുതാൻ പറ്റും. അപ്പോൾ 18ൽ 36 2 ടൈംസ്. 18 × 2 ആണ് 36. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 1/2. 18/36 എങ്ങനെ ചെറുതാക്കി? 18നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത്. അതുകൊണ്ട് ആൻസർ 1/2. ഇനി 18/36 നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, രണ്ടും ഈവൻ നമ്പർ അല്ലേ, ഇപ്പോൾ രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ 2 കൊണ്ട് രണ്ടിനെ ഡിവൈഡ് ചെയ്യാം. എന്ത് സംഖ്യയാണ് ന്യൂമറേറ്ററിൽ ഡിവൈഡ് ചെയ്യണം, ആ സെയിം സംഖ്യ തന്നെ ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കണം. അപ്പോൾ 18ൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9. 9 2s are 18. അല്ലേ? 9 2s are 18 ഡിവൈഡഡ് ബൈ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18. 18 × 2 ആണ് 36. അപ്പോൾ 9/18 കിട്ടി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 9/18 രണ്ടും 9ൻ്റെ മൾട്ടിപ്പിളാണ് 18. അപ്പം 9 എത്ര പ്രാവശ്യം 18ൽ? 9 × 2. 9 × 2 ആണ് 18. അപ്പോൾ രണ്ടിനും എത്ര വെച്ച് 9 വെച്ച് ഡിവൈഡ് ചെയ്തു. 9 വെച്ച് ചെയ്യാൻ കാര്യം എന്താ? 9ൻ്റെ മൾട്ടിപ്പിളാണ് 18. നമുക്ക് നോക്കുമ്പോൾ തന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/9 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ഉം 18നെ 9 കൊണ്ട് ചെയ്യുമ്പോൾ 2ഉം 1/2. ഉണ്ടോ? നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ തന്നെയല്ലേ. അപ്പോൾ ചെയ്യാൻ അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെത്തേഡിൽ ഉപയോഗിക്കാം. ഇനി സിമ്പിളായിട്ട് ചെയ്യാനാണ് ആദ്യം പറഞ്ഞ മെത്തേഡ്. അപ്പം നമ്മൾ ബ്ലൂവിൻ്റെ ഫ്രാക്ഷൻ 1/2 എഴുതി. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഗ്രീൻ ആണ്. ഗ്രീൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഇപ്പം നമ്പർ ഓഫ് പീപ്പിൾ ഗ്രീൻ സെലക്ട് ചെയ്ത എത്ര പീപ്പിളാണ്? 9. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 36. 9 ഡിവൈഡ് ബൈ 36. ഇത് സിമ്പിളാണ് അല്ലേ. 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെയാണ് 36. എത്ര 9s ആണ്? 9 4s are 36. ദെൻ ആൻസർ ഈസ് 1/4. നെക്സ്റ്റ് റെഡ് കളറിനെ കണ്ടുപിടിക്കണം. റെഡ് കളറിൻ്റെ ഫ്രാക്ഷൻ നമ്പർ ഓഫ് പീപ്പിൾ സെലക്ട് ചെയ്ത് എത്രയാണ്? റെഡ് 6. ടോട്ടൽ നമ്പർ 36. 6/36. 6 36
6 into 6 ആണ് 36. അപ്പോൾ എത്ര ആൻസർ കിട്ടി? 1/6. 1/6. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ ഫ്രാക്ഷനാണ്? യെല്ലോൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് പീപ്പിൾ പ്രിഫേർഡ് ദ യെല്ലോ കളർ എത്രയാണ്? 3 divided by total number 36. എത്രയിൽ പോകും? 3 3s 1 2 അല്ലേ? 1/12. 12 into 3 ആണ് 36. ആൻസർ 1/12. നമുക്ക് എല്ലാത്തിൻ്റെയും ഫ്രാക്ഷൻ കിട്ടി. ബ്ലൂവിൻ്റെ ഫ്രാക്ഷൻ 1/2, ഗ്രീൻ്റെ ഫ്രാക്ഷൻ 1/4, റെഡിൻ്റെ ഫ്രാക്ഷൻ 1/6, യെല്ലോ 1/12. ഇനി നെക്സ്റ്റ് എന്താണ് വിളിക്കേണ്ടത്? സെൻട്രൽ ആംഗിൾ. ഒരു സർക്കിളിൻ്റെ ആംഗിളാണ് 360 ഡിഗ്രി. ഒരു സർക്കിളിൻ്റെ ആംഗിളാണ് 360 ഡിഗ്രി. പൈ ചാർട്ടിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷൻ എല്ലാം 360 ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്ലൂ കളറിൻ്റെ സെൻട്രൽ ആംഗിളാണ്. ബ്ലൂ കളറിൻ്റെ സെൻട്രൽ ആംഗിൾ അങ്ങനെ നമ്മൾ ഫ്രാക്ഷൻ എത്രയാണ്? ബ്ലൂ കളറിൻ്റെ 1/2. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത് സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വേഗം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ എത്രയാണ്? ബ്ലൂവിൻ്റെ 1/2. ആ 1/2 ഇൻറ്റു സെൻട്രൽ ആംഗിളിൻ്റെ 360 ഡിഗ്രി. 1/2 ഓഫ് 360 ആണ്. 1/2 ഓഫ് 360 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 360. 2 1 എത്ര കിട്ടും? 1 ഇൻറ്റു 180 180. അപ്പോൾ ബ്ലൂ കളറിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 180 ഡിഗ്രി. ആംഗിൾ ആയതുകൊണ്ടാണ് ഡിഗ്രി പറയുന്നത് നമ്മൾ. ഡിഗ്രി. നെക്സ്റ്റ് ഗ്രീൻ കളറിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. ഗ്രീൻ കളറിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഗ്രീൻ കളറിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 1/4. 1/4 ഓഫ് 360. അതായത് 1/4 ഇൻറ്റു 360. 1/4 ഇൻറ്റു 360 4 36 9. അപ്പോൾ 1 ഇൻറ്റു 90 ഡിഗ്രി. നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്തിൻ്റെ? റെഡ് കളർ. റെഡിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 1/6. 1/6 ഓഫ് 360. അതായത് 1/6 ഇൻറ്റു 360. 6 are 36. ഇത് 1 ഇൻറ്റു 60 ഡിഗ്രി. ഇനി യെല്ലോ കളർ. നെക്സ്റ്റ് യെല്ലോ കളറിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. യെല്ലോ കളറിൻ്റെ സെൻട്രൽ ആംഗിൾ ഫ്രാക്ഷൻ 1/12. 1/12 ഇൻറ്റു 360. 12 ഇൻറ്റു 3 ആണ് 36. 1 ഇൻറ്റു 30 ഡിഗ്രി. പൈ ചാർട്ട് വരയ്ക്കാനായിട്ട് ആദ്യം നമുക്കിഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചതിന് ശേഷം സെൻട്രൽ പോയിന്റ് നിന്ന് അവിടെ വരച്ച് റേഡിയസ് മാർക്ക് ചെയ്യാം. അപ്പോൾ അതായത് ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ മാത്രമേ നമുക്ക് അതിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് അളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഒരു റേഡിയസ് വരച്ചതിന് ശേഷം അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ എത്രയാണ്? ബ്ലൂ കളറിൽ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി. 180 ഡിഗ്രി മാർക്ക് ചെയ്യണം. ബ്ലൂവിൻ്റെ 180 ഡിഗ്രി നമുക്ക് ഈ സർക്കിളിൽ മാർക്ക് ചെയ്യാം. ഇനി ഇതുപോലെ പ്രൊട്രാക്ടർ ആ സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബ്ലൂ കളർ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി. ബ്ലൂ കളറിൻ്റെ 180 ഡിഗ്രി നമുക്കിതിൽ അടയാളപ്പെടുത്താം. അതായത് പ്രൊട്രാക്ടർ എത്രയാണ്? 180 ഡിഗ്രിയാണ്.
അപ്പോൾ ഇതുപോലെയാണ് വെക്കേണ്ടത്. സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് അവിടെ നിന്ന് 180 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വരില്ലേ 180 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നീട്ടി ഒരു ലൈൻ വരച്ച് 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. ഇനി ആ ലൈനിൽ നമുക്ക് 180 മാർക്ക് ചെയ്യാം. 180 ഡിഗ്രി. അതേതാ കളർ ഏതാ? ബ്ലൂ. ഇങ്ങനെ നമ്മൾ 180 ഡിഗ്രി അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെയും നമ്മൾ 90 ഡിഗ്രി ഗ്രീൻ 90 ഡിഗ്രി അടയാളപ്പെടുത്തണം. അത് നമ്മൾ പ്രൊട്രാക്ടർ ഇതുപോലെ വെക്കുക. അതായത് നമുക്ക് 180 കിട്ടിയ ആ ലൈനിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയാണ് സെൻറ്റർ നടക്കുന്നത്. ഇവിടെ വേണം നോക്കാനായിട്ട്. ഇവിടെ നിന്ന് അല്ലേ? ഇവിടെ നിന്ന് 0, 10, 20 ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് നോക്കിയിട്ട് എത്ര വന്നാൽ 90 ഡിഗ്രി. 90 ഡിഗ്രിയോടും ഇവിടെ അല്ലേ? ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് എവിടെ വേണമെങ്കിലും നോക്കാം കേട്ടോ. കാരണം നമ്മൾ സെൻറ്റർ മറ്റേ 180 ആകുമ്പോൾ സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് വെച്ച് നോക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നിന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കി നമ്മൾ 90 ഡിഗ്രി പ്രൊട്രാക്ടറിലെടുത്തു. ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ഇനി അവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമ്മൾ അങ്ങനെ ഗ്രീൻ കളർ 90 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇനി നെക്സ്റ്റ് ആണ് റെഡ് കളർ 60 ഡിഗ്രി അടയാളപ്പെടുത്തണം. ബ്ലൂ കളർ 180, ഒരു സർക്കിളിന് 180 ബ്ലൂ കളർ അടയാളപ്പെടുത്തി. നെക്സ്റ്റ് 90 ഡിഗ്രി. നെക്സ്റ്റ് വേണ്ടത് റെഡ് 60 ഡിഗ്രി അടയാളപ്പെടുത്തണം. റെഡ് കളർ അടയാളപ്പെടുത്താനായിട്ട് അത് 60 ഡിഗ്രി അടയാളപ്പെടുത്താൻ നമുക്ക് പ്രൊട്രാക്ടർ ഇതുപോലെ വെക്കുക. ഇതാ 90 ഡിഗ്രിൻ്റെ ലൈൻ നമ്മൾ വരച്ചില്ല, ഇപ്പോൾ വരച്ചില്ല. ആ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇത് 0, 10, 20 അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. നോക്കിയിട്ട് എത്ര നമുക്കിവിടെ വേണ്ടത് 60, 90 അല്ല വേണ്ടത് 60 ഡിഗ്രി അല്ലേ? റെഡ് കളറ് 60 ഡിഗ്രിയാണ്. ഇവിടെ നിന്ന് 0, 10, 20, 30, 40, 50, 60 വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഉണ്ടോ? ഇവിടെ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ 60 ഡിഗ്രി റെഡ് കളർ മാർക്ക് ചെയ്തു. റെഡിൻ്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആണ് യെല്ലോ കളർ. എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രൊട്രാക്ടർ വെക്കുമ്പോൾ നമുക്കറിയാം, നോക്കി കറക്റ്റായിട്ട് നമുക്ക് 30 ഡിഗ്രിയിലോട്ട് വന്നിട്ടുണ്ടാകും. കണ്ടോ? കറക്റ്റ് 30 ഡിഗ്രി. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇനി ഇവിടെയല്ലേ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചേക്കണേ. ഇവിടെ നോക്കി കറക്റ്റ് 30 ഡിഗ്രി. അപ്പോൾ നമ്മൾക്ക് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താ നമ്മൾ ചെയ്ത പ്രോബ്ലം കറക്റ്റാണെന്ന്. കാരണം ബാലൻസിന് 30 ഡിഗ്രി ഉള്ളൂ. നമ്മുടെ പിക്ചറിലും നമ്മുടെ സർക്കിളിലും 30 ഡിഗ്രി ഉള്ളൂ. അപ്പോൾ 30 ഡിഗ്രി എന്ത് യെല്ലോ കളറ് ആണ് ബാലൻസ് വന്നത്. അത് കറക്റ്റായിട്ട് അതിൽ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ മീനിങ് നമ്മൾ ചെയ്തതും കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത ആംഗിളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് 30 ഡിഗ്രി കിട്ടില്ല അല്ലേ? അപ്പോൾ ഫുള്ള് 360 അല്ലേ? എല്ലാം കൂടി കൂട്ടുമ്പോൾ 360 വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരാൻ പാടുള്ളൂ? 360 വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫിൽ അടയാളപ്പെടുത്തുമ്പോഴും ലാസ്റ്റ് ഇപ്പോൾ 30 വന്നു. അപ്പോൾ ടോട്ടൽ നമ്മുടെ സർക്കിൾ ഫിനിഷായി. നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഇതും കൂടി അടയാളപ്പെടുത്താം. യെല്ലോ. അങ്ങനെ നമ്മൾ സർക്കിൾ യെല്ലോ 30 ഡിഗ്രി അടയാളപ്പെടുത്തി. ഫുൾ നമ്മുടെ പൈ ചാർട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡിഗ്രിയും അത് ഏതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ കണ്ടില്ലേ? ബ്ലൂ 180 ഡിഗ്രി. അങ്ങനെ ബ്ലൂ എന്ന് എഴുതണം, 180 ഡിഗ്രി എന്ന് എഴുതണം. ബാലൻസ് ഉള്ളത് ഗ്രീൻ 90 ഡിഗ്രി. ഗ്രീൻ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. റെഡ് 60 ഡിഗ്രി, യെല്ലോ 30 ഡിഗ്രി. ഇങ്ങനെ മാർക്കും ചെയ്ത് വെക്കണം കേട്ടോ. ഡിഗ്രി മാത്രം പോരാ. ഈ കളേഴ്സാണോ അത് എന്താണ് നമ്മൾ ചോദിച്ചേക്കുന്നത് അത് നമ്മൾ ഡാറ്റ ആയിട്ട് ഇവിടെ പൈ ചാർട്ടിൽ കാണിക്കാൻ വേണം. എന്നാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.